നമസ്കാരം. മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിലെ യുദ്ധം ഊർജ്ജ വിപണിയുടെ സിരാകേന്ദ്രങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഇറാന്റെ അധീനതയിലുള്ള സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഖത്തറിലെയും UAEയിലെയും പ്രകൃതിവാതക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ശക്തമായ മിസൈൽ ആക്രമണം നടത്തി. പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലകളിൽ ഒന്നായ കുവൈറ്റിലെ മിന അൽ അഹമ്മദി റിഫൈനറിയിൽ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തമുണ്ടായി. കൂടാതെ തെക്കൻ കുവൈറ്റിലെ മിന അബ്ദുള്ള റിഫൈനറിയും ആക്രമിക്കപ്പെട്ടതായി കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ സ്ഥിരീകരിച്ചു. ഖത്തറിൽ ലോകത്തിലെ ഏറ്റവും വലിയ LNG ഹബ്ബായ റാസ് ലഫാൻ വ്യവസായ നഗരത്തിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഇതേ തുടർന്ന് അവിടുത്തെ പ്രധാന ഗ്യാസ് പ്ലാന്റുകളിൽ വൻ തീപിടുത്തമുണ്ടാവുകയും ഉൽപാദനം തടസ്സപ്പെടുകയും ചെയ്തു. UAEയിൽ അബുദാബിയിലെ ഹഷ്ബാൻ ഗ്യാസ് പ്ലാന്റിനും എണ്ണപ്പാടത്തിനും നേരെ ആക്രമണമുണ്ടായതിനെ തുടർന്ന് UAE അവിടെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. കൂടാതെ UAE തീരത്ത് ഒരു കപ്പലിന് നേരെയും ആക്രമണമുണ്ടായി. സൗദി അറേബ്യയിൽ യാൻബു തുറമുഖത്തുള്ള സാംറെഫ് റിഫൈനറിക്ക് നേരെയും വ്യോമാക്രമണം നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. റിയാദിലും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പറയപ്പെടുന്നു. ഇതോടെ ഇറാന് കടുത്ത താക്കീതുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഗൾഫിലുടനീളമുള്ള എണ്ണ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇറാൻ ഇനിയും ലക്ഷ്യം വയ്ക്കുകയാണെങ്കിൽ അമേരിക്ക കർശന നടപടി സ്വീകരിക്കുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. ഇറാന്റെ സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡിനു നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണം അമേരിക്കയുടെ അറിവോടെ അല്ല എന്നും ഇസ്രയേൽ പ്രകോപിതരായി നടത്തിയ നീക്കമാണ് ഇതെന്നുമാണ് ട്രംപ് പറയുന്നത്. ഇറാൻ ഇനി ഖത്തറിനെ ആക്രമിക്കാത്ത പക്ഷം ഇസ്രയേൽ സൗത്ത് പാഴ്സിന് നേരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തില്ല. എന്നാൽ ഖത്തറിനെ വീണ്ടും ലക്ഷ്യം വെച്ചാൽ അമേരിക്ക നേരിട്ട് ഇടപെടും. ഇറാന്റെ സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡ് ലോകം ഇന്നുവരെ കാണാത്ത കരുത്തിൽ അമേരിക്ക തകർക്കും എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ ആക്രമണത്തിൽ ഖത്തറിലെ LNG സൈറ്റുകൾക്ക് ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. പ്ലാന്റുകളിൽ വൻ തീപിടുത്തമുണ്ടായെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആക്രമണത്തിന് പിന്നാലെ ഖത്തർ തങ്ങളുടെ രാജ്യത്തെ ഇറാൻ എംബസി ഉദ്യോഗസ്ഥരോട് 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ ഉത്തരവിട്ടു. UAEയിലെ ഹബ്ഷാൻ ഗ്യാസ് ഫെസിലിറ്റിക്ക് നേരെയും ബാബ് ഫീൽഡിന് നേരെയും ഇറാൻ ആക്രമണം നടത്തി. ഇത് അതീവ അപകടകരമായ പ്രകോപനമാണെന്ന് UAE ഭരണകൂടം പ്രതികരിച്ചു. നിലവിൽ UAE തങ്ങളുടെ ഗ്യാസ് പ്ലാന്റുകളുടെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയുമായി ഇറാനും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. റവല്യൂഷണറി ഗാർഡാണ് ട്രംപിന് ഇന്ന് മറുപടി നൽകിയിരിക്കുന്നത്. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടതിലൂടെ വലിയൊരു തെറ്റാണ് നിങ്ങൾ ചെയ്തത്. ഇനിയും ഇത് ആവർത്തിച്ചാൽ നിങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം ഇനിയും തുടരും. അത് പൂർണ്ണമായും നശിപ്പിക്കുന്നതുവരെ ആക്രമണങ്ങളിൽ നിന്നും ഒരിക്കലും പിന്മാറില്ല. നേരത്തെ നടത്തിയതിലും ശക്തമായ ആക്രമണങ്ങളാകും നടത്തുക എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. പശ്ചിമേഷ്യയിൽ ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തുന്ന സൈനിക നീക്കങ്ങളിൽ പങ്കാളികളാകില്ല എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ യുദ്ധമല്ല എന്ന കർശന നിലപാടാണ് ജർമ്മനിയും ഫ്രാൻസും ഉൾപ്പെടെ പ്രമുഖ യൂറോപ്യൻ ശക്തികളെല്ലാം നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾ വിന്യസിക്കണമെന്ന ട്രംപിന്റെ ആവശ്യം ഇതിലൂടെ യൂറോപ്യൻ നേതാക്കൾ തള്ളിക്കളഞ്ഞു. അമേരിക്കയുടെ നീക്കങ്ങളിലുള്ള സംശയം പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മെഴ്സ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രസംഗിച്ചത്. അയൽരാജ്യങ്ങൾക്ക് ഇറാൻ ഭീഷണിയാകരുത് എന്ന നിലപാടിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. എന്നാൽ ഇപ്പോഴത്തെ യുദ്ധത്തിന് പിന്നിലെ യുക്തി ബോധ്യപ്പെടുന്നില്ല എന്ന് മെഴ്സ് പറയുന്നു. ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയോസ് അതിരൂക്ഷമായ പ്രതികരണമാണ് നടത്തിയത്. ഇത് ഞങ്ങളുടെ യുദ്ധമല്ല, ഞങ്ങൾ തുടങ്ങിയ യുദ്ധവുമല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ആദ്യം യുദ്ധമുഖത്തേക്ക് സൈന്യത്തെ അയച്ച് അമേരിക്കയുടെ ഗുഡ് ബുക്കിൽ ഇടം നേടാൻ ശ്രമിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുകയാണ്. ഈ സംഘർഷത്തിൽ ഫ്രാൻസ് കക്ഷിയേ അല്ല എന്നാണ് പുതിയ പ്രതികരണം. സ്പെയിനിലെ ഉപപ്രധാനമന്ത്രി മരിയ ജോസ് മൊണ്ടറോ സ്പെയിൻ ആരുടെയും ദാസന്മാരല്ല എന്നാണ് ട്രംപിന്റെ ആവശ്യത്തോട് പ്രതികരിച്ചത്. സ്പെയിനിലെ 68% ജനങ്ങളും യുദ്ധത്തെ എതിർക്കുന്നു എന്നാണ് സർവേകൾ വ്യക്തമാക്കുന്നത്. തന്റെ സഹായ അഭ്യർത്ഥന യൂറോപ്യൻ രാജ്യങ്ങൾ തള്ളിയതോടെ ട്രംപ് അതിരൂക്ഷമായാണ് പ്രതികരിച്ചത്. തങ്ങൾക്ക് നാറ്റോ രാജ്യങ്ങളുടെയോ ജപ്പാൻ, ദക്ഷിണ കൊറിയ പോലുള്ള രാജ്യങ്ങളുടെയോ സഹായം ആവശ്യമില്ല എന്നും ഒറ്റയ്ക്ക് മുന്നോട്ടു പോകുമെന്നും ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചു. യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തതയില്ലെന്നതാണ് യൂറോപ്പിന്റെ പ്രധാന പരാതി. അമേരിക്കയുടെ ലക്ഷ്യം പ്രതിരോധമാണോ അതോ ഇറാനിലെ ഭരണമാറ്റമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്ന് യൂറോപ്യൻ നേതാക്കൾ സംശയിക്കുന്നു. ഇന്ധനവില വർധനവും അഭയാർത്ഥി പ്രവാഹവും സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്നും യൂറോപ്യൻ രാജ്യങ്ങളിലെ ഭരണകർത്താക്കൾ കരുതുന്നു. യുദ്ധത്തെ തുടർന്ന്
ഹോർമൂസ് കടലിടുക്ക് ഭാഗികമായി അടഞ്ഞത് ആഗോള സമ്പദ് വ്യവസ്ഥയെ പ്രതിസന്ധിയിലാക്കി. ക്രൂഡ് ഓയിൽ വില ബാരലിന് $115 ഉയർന്നത് യൂറോപ്പിൽ കടുത്ത വിലക്കയറ്റത്തിന് കാരണമായിട്ടുണ്ട്. സമാധാനപ്രേമിയെന്ന് സ്വയം അവകാശപ്പെട്ട US പ്രസിഡന്റ് യുദ്ധ പ്രസിഡന്റായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് യൂറോപ്പിലെ രാഷ്ട്രീയ നിരീക്ഷകർ കുറ്റപ്പെടുത്തി. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇപ്പോൾ അതിനേക്കാൾ വലിയ ഒരു യുദ്ധത്തിലേക്ക് ലോകത്തെ നയിക്കുന്നു എന്ന വിമർശനമാണ് ശക്തമാകുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണം കടുപ്പിച്ചതോടെ രാജ്യാന്തര വിപണിയിൽ എണ്ണവില 5% കൂടി വർദ്ധിച്ച് ബാരലിന് $108 യുദ്ധം തുടങ്ങിയ ശേഷം എണ്ണവിലയിൽ 50% വർധനവ് ഉണ്ടായിട്ടുണ്ട്. എണ്ണ വിതരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ട്രംപ് ഭരണകൂടം വെനസ്വേലയ്ക്ക് മേലുള്ള ഉപരോധങ്ങളിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. അമേരിക്കൻ കമ്പനികൾക്ക് വെനസ്വേലയുടെ എണ്ണ കമ്പനിയുമായി ഇടപാടുകൾ നടത്താൻ അനുമതി നൽകി. ഇറാന്റെ പ്രകൃതിവാതക സംസ്കരണ കേന്ദ്രത്തിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ എണ്ണവില കുതിച്ചുയരുകയാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 5% വർദ്ധിച്ചു ബാരലിന് $108 മുകളിലാണ്. സൗദി അറേബ്യ, UAE, ഖത്തർ എന്നിവിടങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ഈ മേഖലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു തുടങ്ങി. ഇറാഖ് നിഹാൻ തുറമുഖം വഴി എണ്ണ കയറ്റുമതി പുനരാരംഭിച്ചത് നേരിയ ആശ്വാസം നൽകിയിട്ടുണ്ട്. എങ്കിലും ഇറാന്റെ പുതിയ ഭീഷണി വിപണിയെ വീണ്ടും ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. എണ്ണവില വർദ്ധിച്ചതോടെ അമേരിക്കൻ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 1/5 നടക്കുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ നാവികസേനയുടെ നിയന്ത്രണത്തിലായതോടെ എണ്ണ കപ്പലുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഏതാണ്ട് 3000 കപ്പലുകളെയും 20,000 നാവികരെയും ഇത് ബാധിച്ചിട്ടുണ്ട്. ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ലോകരാജ്യങ്ങളെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇറാൻ പൂർണ്ണതോതിലുള്ള സാമ്പത്തിക യുദ്ധമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാന്റെ വാതക പ്ലാന്റിനു നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിന് മറുപടിയായി സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കും എന്ന ഇറാന്റെ മുന്നറിയിപ്പ് ആഗോള വിപണികളെ ഉലച്ചുകഴിഞ്ഞു. വരും മണിക്കൂറുകളിൽ ഈ കേന്ദ്രങ്ങൾ തങ്ങളുടെ നേരിട്ടിട്ടുള്ള ലക്ഷ്യങ്ങളാണെന്ന് ഇറാൻ വ്യക്തമാക്കിയതോടെ ആഗോള എണ്ണവിലയിൽ 5% കുതിച്ചുചാട്ടമാണ് രേഖപ്പെടുത്തിയത്. ഇറാൻ ഭരണകൂടത്തിന്റെ തലപ്പത്തുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ചുള്ള വധങ്ങൾ മേഖലയിലെ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. ഇറാന്റെ രഹസ്യാന്വേഷണ മന്ത്രി ഇസ്മായിൽ ഖത്തീഫ് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം സുരക്ഷാ തലവൻ അലി ലാരിജാനിയും കമാൻഡർ ഗുലാം റേസ സുലൈമാനിയും കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇത്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മരണശേഷം രാജ്യത്തെ നയിച്ചിരുന്ന നിർണായക ശക്തിയായിരുന്നു കൊല്ലപ്പെട്ട ലാരിജാനി. ഇറാൻ ഭരണകൂടത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ കൂടുതൽ അപ്രതീക്ഷിത ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. മലയാളി വാർത്ത പ്ലസ്.